ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CNS എന്ന് പറയുന്ന പോർഷൻ എംബ്രിയോളജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റസ് ആ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ഏത് ഘട്ടത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഏകദേശം 4th വീക്ക് തൊട്ടാണ് CNSന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 4th വീക്കില് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 വെസിക്കിൾ ഫോം ചെയ്യും. 3 വെസിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബബിൾസ് ആണ് എന്ന് ആലോചിച്ചാൽ ആ 3 വെസിക്കിൾ ആണ് നമ്മൾ ആദ്യം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് ഈ കാണുന്ന പ്രോസെൻസെഫലോൺ ആണ്. ഓരോ കാര്യങ്ങളും അതിന്റെ മീനിങ് മനസ്സിലാക്കി തന്നെ പോകുക. ഈ പ്രോസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫോർവേഡ് എന്നുള്ളതാണ്. അവൻ പ്രോ ആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നവനാണെന്നുള്ളതാണ്. പിടിയില്ല. അപ്പൊ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോർ എന്നുള്ള ഒരു മീനിങ്ങിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ബ്രെയിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ആരംഭിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ കേൾക്കാവോ? ഓക്കെ ആണോ? അപ്പൊ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 4 ആണെന്ന് പറഞ്ഞു, മുമ്പിലാണെന്ന് പറഞ്ഞു. അപ്പം ബ്രെയിന്റെ മുമ്പിലത്തെ പോർഷനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പറയുന്ന പേര് സെഫലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോ പ്രോസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4 എന്നുള്ള ഒരു മീനിങ് നമുക്ക് കിട്ടിയിരിക്കുന്നു. സെഫലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എന്നുള്ള മീനിങ് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഫ്രണ്ടിലെ ബ്രെയിനെ നമ്മൾ ഫോർ ബ്രെയിൻ എന്നുള്ള രീതിയിൽ പറയുന്നു. പിടിയിട്ടല്ലോ. അപ്പൊ 3 വെസിക്കിളിൽ ഒന്നാമത്തേന്റെ പേര് നമ്മൾ കൊടുത്തു. അതിൽ ഫ്രണ്ടിൽ നിൽക്കുന്നതിനെ ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞു. അതിന്റെ മിഡിൽ പോർഷനിൽ നിൽക്കുന്നതിനെ നമ്മൾ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞു. അതിന്റെ മറ്റൊരു പേരാണ് മീസൻ. മീസൻ എന്ന് കേട്ടാൽ മിഡിൽ എന്ന് ഓർക്കുക. അപ്പൊ മീസൻ സെഫലോൺ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. ദെൻ മൂന്നാമത്തെ വെസിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിറകു വശത്താണ് നിൽക്കുന്നത്. ഡെവലപ്മെന്റ് അനുസരിച്ച് അത് പിറകു വശത്താണ് നിൽക്കുന്നത്. അതിനെ പറയുന്ന പേര് റോംബൻ സെഫലോൺ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ചോദിച്ചാൽ, റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് കട്ടാണ്, ഡയമണ്ട് ഷേപ്പാണ്. ആ ഒരു പേരിൽ നിന്നാണ് ഡയമണ്ട് ഷേപ്പിലാണ് ഈ ഒരു പോർഷൻ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ റോംബൻ സെഫലോൺ എന്ന് പറയുന്ന പേര് വന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത് പല ഭാഗങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഭാഗമാണ് പ്രോസെൻസെഫലോണിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, താഴെ പറയുന്ന ഏത് പോർഷനാണ് റോംബൻ സെഫലോണിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. ഇതുവരെ നമ്മൾ ആ ഒരു ഡെപ്തിലേക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈഹാർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിന്റെ വേർഡ് മീനിങ്ങുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. വേർഡ് മീനിങ്ങുകൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈവൻ ഞാൻ പറഞ്ഞ കൂട്ട് പരീക്ഷാ തലേന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് തലേന്നോ വായിക്കാതെ പോയാലും നമുക്ക് പരീക്ഷാ ഹോളിൽ വെച്ച് തന്നെ ഇത് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിന്റെ ഒരു അനദർ വശമാണ് ഞാൻ പറയുന്നത്. ഈ പ്രോസെൻസെഫലോൺ അല്ലെങ്കിൽ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് വീണ്ടും 2 പോർഷനായിട്ട് തിരിയുകയാണ്. അതിന് ഒന്ന് ടീലൻസെഫലോൺ, അതേപോലെ തന്നെ ഡയൻസെഫലോൺ എന്നാണ് പറയുന്നത്. ആദ്യം ഡയൻസെഫലോണിനെ പറ്റി പറയാം. ഡയൻസെഫലോൺ, ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്, അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതൊന്ന് തലാമസും രണ്ടാമത് ഹൈപ്പോ തലാമസുമാണ്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. തലാമസ്, ഹൈപ്പോ തലാമസ്. ദെൻ അടുത്തായിട്ട് പറയാനുള്ളത് ടീലൻസെഫലോൺ ആണ്. ടീലൻസെഫലോൺ എന്ന് പറഞ്ഞു ടീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ലാസ്റ്റ്, എൻഡ് എന്നുള്ളതാണ്. നമ്മൾ ടെയിൽ എന്നൊക്കെ പറയുന്നു. ഈ പറഞ്ഞ പ്രോസെൻസെഫലോണില് ഈ ഒരു പോർഷനാണ് അവസാനം ഡെവലപ്പ്. ഫ്രണ്ടിൽ നിൽക്കുന്ന സംഭവമാണ്, പക്ഷെ അവസാനം ഡെവലപ്പ് ചെയ്യുന്നത് തലാമസും ഹൈപ്പോ തലാമസും ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ടീലൻസെഫലോൺ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ ബ്രെയിൻ അല്ലെങ്കിൽ അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേര് കൊടുത്തത്. അപ്പൊ ഏതാണ് അവിടെ ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അഞ്ചു, നോ പ്രോബ്ലം.
ഇപ്പൊ തുടങ്ങിയോ? ആദ്യത്തെ സ്ലൈഡാണ്. ടീലെൻസെഫലോണിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് അവിടെ സെറിബ്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെറിബ്രം മാത്രമല്ല അവിടെ വരുന്നത്. അവിടെ വരുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് വീണ്ടും സംസാരിക്കണം. ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല, ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട പോർഷൻസ് നമുക്ക് ആദ്യം പഠിച്ചു പോകാം. ഇപ്പൊ ടീലെൻസെഫലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെയിൽ എന്ന് ഓർക്കുക, അല്ലെ എൻഡ് എന്ന് ഓർക്കുക. എൻ ബ്രെയിൻ ആണ് അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിൻ്റെ പോർഷൻ ആണ് എന്നുള്ള പേരിലാണ് ഈ പേര് വന്നിരിക്കുന്നത് എന്ന് ഓർക്കുക. അതിനെപ്പറ്റി നമുക്ക് ഡെപ്തിലേക്ക് പോകുന്നില്ല. അതിനകത്ത് സെറിബ്രം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് ടീലെൻസെഫലോണിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അല്ലാത്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അടുത്തായിട്ട് പറയാനുള്ള മീസെൻസെഫലോൺ ആണ്. മീസെൻസെഫലോണിനകത്ത് വരുന്ന സംഭവമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇനി അടുത്ത സംഭവമാണ് റോംബെൻസെഫലോൺ. ആ പേര് വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഹൈൻ ബ്രെയിന്റെ ഷേപ്പ് തന്നെ റോംബസ് ഷേപ്പ് ആണ്. ഇതാ കണ്ടോളൂ, റോംബസ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ്, എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോളൂ, ഇതാണ് റോംബസ് ഷേപ്പ്. ഇടത്തെ വശത്ത് കാണുന്നതാണ് റോംബസ് ഷേപ്പ്. നിങ്ങൾ നോക്കുക, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ, ഇതെല്ലാം ഇവിടെ കൊടുത്തേപ്പുണ്ട്. അതിനകത്ത് ഹൈൻ ബ്രെയിൻ മൊത്തത്തിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തു. മാർക്ക് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു ഡയമണ്ട് കട്ട് കിട്ടി. അതൊരു റോംബസ് ഷേപ്പ് ആയതുകൊണ്ടാണ് പേര് നമ്മൾ റോംബെൻസെഫലോൺ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അറിയേണ്ട കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് മെറ്റൻസെഫലോൺ, രണ്ടാമത്തേത് മൈലൻസെഫലോൺ. മെറ്റൻ ആൻഡ് മൈലൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ആലോചിക്കണം. മെറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ പോർഷൻ എന്നുള്ളതാണ്, ഉയർന്നത് എന്നുള്ളതാണ്. മൈലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറകിലുള്ളത്, താഴെ എന്നുള്ള മീനിങ്. അപ്പൊ ഹൈൻ ബ്രെയിന്റെ മുകളിലുള്ളതും താഴെയുള്ളതും അതാണ് മീനിങ്. അപ്പൊ മെറ്റൻസെഫലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈൻ ബ്രെയിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ, ഹൈൻ ബ്രെയിന്റെ താഴെയുള്ള ഭാഗങ്ങളാണ് മൈലൻസെഫലോണിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെ ഒന്ന് കൺസൈസ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. ബ്രെയിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനകത്ത് പ്രോസെൻസെഫലോൺ ഉണ്ട്, മീസെൻസെഫലോൺ ഉണ്ട്, റോംബെൻസെഫലോൺ ഉണ്ട്. ഓരോന്നിന്റെയും മറ്റ് പേരുകൾ കൂടി അറിഞ്ഞു. പ്രോസെൻസെഫലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ, ടീലെൻസെഫലോൺ ആൻഡ് ഡയൻസെഫലോൺ. ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെന്നാർക്കും. അപ്പൊ രണ്ടെന്ന് ഓർക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. അത് തലാമസും ഹൈപ്പോതലാമസും. ഇനി ടീലെൻസെഫലോൺ വേറെ ഒന്നും ഓർക്കാൻ നിന്നില്ലെങ്കിലും സെറിബ്രൽ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ സെറിബ്രം അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ ബേസൽ ഗാംഗ്ലിയ, അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. ഇനി വീണ്ടും മീസെൻസെഫലോണിനകത്ത് ഒറ്റ ഒരാളേ ഉള്ളൂ. അത് കറക്റ്റ് എക്സാക്ട്ലി ഓൺ മിഡിൽ പോർഷൻ ഓഫ് ബ്രെയിൻ ആണ്. അതുകൊണ്ട് അതിന്റെ പേര് മിഡ് ബ്രെയിൻ എന്ന് ഇട്ടിരിക്കുകയാണ്. ദെൻ റോംബെൻസെഫലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് ഹൈൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ഹൈൻ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിറകില് ഉള്ളത്. ഞാൻ പറഞ്ഞു ഏകദേശം 4ാമത്തെ വീക്കിലാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് പറയുവാണെങ്കിൽ ഏകദേശം 4ാമത്തെ വീക്കില് ഈ പറഞ്ഞ എംബ്രോയില് 3 വെസിക്കിൾ ഫോം ചെയ്യുന്നു. അതിന്റെ മുമ്പിലുള്ള പോർഷനെ പ്രോസെൻസെഫലോൺ എന്നും, മിഡിലുള്ളതിനെ മീസെൻസെഫലോൺ എന്നും, ബാക്കിലുള്ളതിനെ റോംബെൻസെഫലോൺ എന്നും പേര് കൊടുത്തു. അതിൽ നിന്ന് ഓരോന്ന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ റോംബെൻസെഫലോണിന് 2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മുകളിലൊരു പോർഷൻ, താഴെ ഒരു പോർഷൻ. മുകളിലുള്ള പോർഷനെ നമ്മൾ മെറ്റൻസെഫലോൺ എന്ന് പറയുന്നു. അവിടെ 2 കാര്യങ്ങളാണുള്ളത്, ഒന്ന് പോൺസ്, രണ്ടാമത്തെ സെറിബെല്ലം. അതിന്റെ താഴെയുള്ള പോർഷൻ മൈലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള പോർഷൻ എന്നുള്ളതാണ്. താഴെ നിങ്ങൾക്കറിയാം മൈലോഗ്രാഫിയും മയോഗ്രാഫിയും ഉണ്ട്. ആ ടേമുകളൊക്കെ കേട്ട് പഠിച്ചോണം, കാരണം പല പരീക്ഷയ്ക്ക് ചോദിച്ചു. മയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലാണ്. മൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ താഴെ പോർഷൻ. ബ്രെയിനിന്റെ താഴെ പോർഷൻ ആരാ? സ്പൈനൽ കോഡ്. മൈലോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്പൈനൽ കോഡിനെ പറ്റി പഠിക്കുന്നു. പിടിയിട്ടില്ലേ? ഈ രീതിയിലാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. പിടിയിട്ടില്ലോ? അപ്പൊ മൈലോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ദെൻ മൈലൻസെഫലോൺ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ ആണ്.
അവിടെ നിന്ന് താഴോട്ടാണ് ആര് മൈലൻ സെഫലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈൻ ബ്രെയിന്റെ താഴത്തെ സെഫലോൺ ബ്രെയിന്റെ പാർട്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ മൈലൻ സെഫലോൺ എന്ന് പറയുന്നത്. അത് മെഡുലോ ബ്ലാങ്കറ്റ്. അതിന്റെ താഴെ ബ്രെയിന്റെ പാർട്ടല്ല, അത് സ്പൈനൽ കോഡാണ്. അതുകൊണ്ടാണ് മൈലോഗ്രാഫി എന്ന് പറയുമ്പോൾ അവിടെ മൈലൻ സെഫലോൺ എന്ന് പറയുന്നില്ല, മൈലോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിന്റെ താഴത്തെ പോർഷനെ പറ്റിയുള്ള പഠനമാണ്. വിത്ത് ഡൈ എക്സാമിനേഷൻ ആണ് അതിനെ നമ്മൾ മൈലോഗ്രാഫി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം അതിനു മുമ്പ്. ഇനി ടോട്ടൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞ് പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളും നമുക്ക് ഡെപ്തിൽ പറയാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3 വെസിക്കിൾ ഫോം ചെയ്യുന്നു. ഒന്ന് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തെ ഇതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ വെസിക്കിളും എന്തൊക്കെയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ അവിടെ റോംബസിന്റെ ഷേപ്പ് ഉണ്ട്. പിന്നെ ആ ഒരു ക്ലാസിഫിക്കേഷനകത്ത് എന്തൊക്കെ ഡെവലപ്മെന്റ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെർവസ് സിസ്റ്റം, അതിനെ മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, ആ ഒരു പോർഷനിലേക്ക് മാത്രം വരട്ടെ. സെൻട്രൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ ബ്രെയിനിന്റെ പോർഷനിലേക്ക് നമ്മൾ എത്തുന്നു. ബ്രെയിനിന്റെ പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് ബ്രെയിനെ നമുക്ക് 3 ബ്രെയിനായിട്ട് തിരിക്കാം. ഒന്ന് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻ ബ്രെയിൻ. അതിനകത്ത് ഫോർ ബ്രെയിൻ എന്തൊക്കെയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? അത് ടീലൻസെഫലോണും ഡയൻസെഫലോണുമായിട്ട് മാറുന്നു. അതിനകത്ത് ഡയൻസെഫലോൺ തലാമസും ഹൈപ്പോതലാമസുമായിട്ട് മാറും. ടീലൻസെഫലോൺ ഞാൻ അന്നേരെ പറഞ്ഞിരുന്നു, സെറിബ്രൽ കോർട്ടക്സ് എങ്കിലും ഓർത്ത് വെക്കുക. ബാക്കിയുള്ളത് അവിടെ കാണും എന്ന് പറഞ്ഞാൽ ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ദെൻ മിഡ് ബ്രെയിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഒരാളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, മീസെൻസെഫലോൺ. അത് ബ്രെയിൻ്റെ എക്സാക്ട് മിഡിൽ പോർഷനിലാണ് കാണപ്പെടുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മിഡ് ബ്രെയിൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, മിഡ് ബ്രെയിൻ എന്ന് പറയാൻ പറ്റും. ദെൻ ടെക്റ്റം സെറിബെല്ലം എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അതും ഓർത്ത് വെക്കണമെന്നില്ല, അത് മിഡ് ബ്രെയിൻ്റെ ഒരു പോർഷനാണ്. ദെൻ ഹൈൻ ബ്രെയിൻ ആണ്. ഹൈൻ ബ്രെയിന് 2 പോർഷൻ, അപ്പർ ആൻഡ് ലോവർ പോർഷൻ. അപ്പർ പോർഷനെ നമുക്ക് മെറ്റൻസെഫലോൺ എന്ന് പറയാം. ലോവർ പോർഷനെ നമുക്ക് മൈലൻസെഫലോൺ എന്ന് പറയാം. മെറ്റൻസെഫലോണിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പോൺസും സെറിബെല്ലവും. ദെൻ മൈലൻസെഫലോണിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് മെഡുല. അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. താഴെ പറയുന്ന ഏത് കാര്യമാണ് ഹൈൻ ബ്രെയിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് അല്ലാത്തത്? എക്സെപ്റ്റ് വെച്ച് ചോദിക്കാം. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ പരീക്ഷാ ക്വസ്റ്റ്യൻസ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഇത്തരത്തിൽ എക്സെപ്റ്റ് വെച്ചാണ്. ഒഴികെ എന്നുള്ള ഒരു കാര്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം ഒരു വാല് പോലെ കാണും. അത് നമ്മൾ വായിക്കത്തില്ല, നമ്മൾ അതിനുള്ളിൽ ആൻസർ ചെയ്ത് കഴിയും. അപ്പം വളരെ കൃത്യമായിട്ടും ഈ പറഞ്ഞ കീവേഡുകൾ നോട്ട് ചെയ്ത് തന്നെ ആൻസർ ചെയ്യണം. അപ്പൊ അവിടെ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഹൈൻ ബ്രെയിൻ എന്നുള്ള പോർഷൻ ഓർക്കാൻ വേണ്ടി ഒരു ന്യൂമോണിക്സ് പറയുകയാണ്. അത് CPM എന്നുള്ളതാണ്. നമ്മുടെ പാർട്ടി CPM അറിയാലോ. ഇപ്പോൾ CPM ആണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. C മീൻസ് സെറിബെല്ലം, P മീൻസ് പോൺസ്, ദെൻ M മീൻസ് മെഡില. അതിനകത്ത് Cയും Pയും അപ്പർ ഏരിയയിലാണ്. അത് ഏതൊക്കെയാണ്? അതിനെ മെറ്റൻസെഫലോൺ എന്ന് പറയാം, അതായത് സെറിബെല്ലവും പോൺസ്. ദെൻ M എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ പോർഷനിലാണ്, അതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഇനി മറക്കുവോ? മറക്കരുത്. ഹൈൻ ബ്രെയിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ CPM. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, കാരണം തമ്മിൽ മാറിപ്പോകുന്ന വേറൊരു സംഭവമാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്റ്റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? കാണ്ഡം എന്നുള്ളത്. ചെടികളുടെയൊക്കെ കാണ്ഡം, ആ ചെടികളെ ഉയർത്തി നിർത്തുന്ന ആ പോർഷൻ, അതെപ്പോഴും ചെടിയുടെ മിഡിൽ പോർഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മിഡ് പോയിന്റിലാണ് ഇത് വരുന്നതെന്ന് ഓർക്കുക.
അതുകൊണ്ട് തന്നെ ഇവിടെ മിഡ് ബ്രെയിൻ ഉണ്ട്. എന്തുണ്ട്? മിഡ് ബ്രെയിൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ CPM എന്ന് പറഞ്ഞതിൽ നിന്ന് സെറിബെല്ലം എന്ന് പറയുന്ന പോർഷനെ നമ്മൾ എടുത്തു മാറ്റിയിട്ട് മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന പോർഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ അത് ബ്രെയിൻ സ്റ്റെം ആയി. അപ്പൊ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന CPM-ൽ നിന്ന് സി എടുത്ത് മാറ്റിയിട്ട് അവിടെ മിഡ് ബ്രെയിൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രെയിൻ സ്റ്റെം ആയി. ഇനി പറ, ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? മിഡ് ബ്രെയിൻ, പോൺസ്, മിഡില. ഇനി അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് ഈ രണ്ട് ഡിഫറൻസും പറയുന്നത്. ഇത് ഒറ്റ കാര്യങ്ങൾ പറയുമ്പോഴും പഠിക്കുമ്പോഴും ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷെ പരീക്ഷാ ഹോളിൽ വെച്ച് ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. അത് മാർക്ക് കിട്ടില്ലെന്ന് മാത്രമല്ല, നെഗറ്റീവ് മാർക്കായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ന്യൂമോണിക്സിന്റെ സഹായത്തോടു കൂടി അതെല്ലാവരും ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളും ഒന്ന് പരിചയപ്പെടണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ്